അഗ്നിനേത്ര ഭാഗം 33. ഹേയ്, റിലാക്സ് യദു, നീ ടെൻഷനാവാതെ. അവളെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവൾക്കെതിരെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇന്നവൾ പണ്ടത്തെ പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവളല്ല. അഗ്നിദത്ത് വർമ്മയുടെ ഭാര്യയാണ്. എന്താണെങ്കിലും നമുക്ക് ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിക്കാം. അതിനു മുന്നേ ഞാൻ മെൽവിനോടും സണ്ണിയോടും ഈ കാര്യങ്ങളൊന്ന് പറയട്ടെ. എന്നിട്ട് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. അതുവരെ അവൾ കളിക്കട്ടെ. ഫോൺ കട്ടായതും വരുണിൻ്റെ ഓർമ്മകൾ 4 വർഷം പുറകിലേക്ക് പോയി. ഡിഗ്രി അവസാന വർഷം ആയതുകൊണ്ട് തന്നെ പരമാവധി അടിച്ചു പൊളിച്ചിരുന്നു താനും തൻ്റെ 3 ഫ്രണ്ട്സും. കള്ളും കഞ്ചാവും പെണ്ണും എല്ലാം ഉണ്ടായിരുന്നു അതിൽ. പണവും പ്രതാപവും കണ്ട് പിന്നാലെ വന്ന പെണ്ണുങ്ങളെ അവർക്ക് വേണ്ടതൊക്കെ നൽകി തങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തി. പണത്തിലും പ്രതാപത്തിലും വഴങ്ങാത്തവരെ അവരറിയാതെ ലഹരി നൽകി അടിമപ്പെടുത്തി. ആ ഇടയ്ക്കാണ് ഫസ്റ്റ് ഇയർ ആയി വന്ന പഠിപ്പിലും ഡാൻസിലും പാട്ടിലുമൊക്കെ കഴിവ് തെളിയിച്ച സുന്ദരിയായ പെണ്ണിനെ പറ്റി കൂട്ടുകാർ പറഞ്ഞറിഞ്ഞത്. നേരിൽ കണ്ടതും അവളുടെ സൗന്ദര്യത്തിൽ തങ്ങളും മതിമറന്നു നിന്നു. തങ്ങളെപ്പറ്റി അറിയുമ്പോൾ മറ്റു പെണ്ണുങ്ങളെപ്പോലെ അവളും പിന്നാലെ വരും എന്ന് കരുതിയെങ്കിലും അവളിൽ നിന്നും ഒരു നോട്ടം പോലും തങ്ങളെ തേടിയെത്താഞ്ഞത് 4 പേരെയും ചൊടിപ്പിച്ചു. പല വഴിക്കും അവളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തോറ്റുപോയി. തൻ്റെ തന്നെ ഐഡിയയായിരുന്നു പ്രണയ നാടകം അഭിനയിച്ച് അവളെ വളച്ച് തങ്ങളുടെ വികാരങ്ങൾ അവളിൽ തീർക്കുക എന്നത്. അതിനുവേണ്ടി അവളുടെ പുറകെ കുറേ കാലം നടന്നു. അതിനുവേണ്ടി അവൾക്ക് മുന്നിൽ നല്ലവനായി അഭിനയിച്ചു. ഒരു പാവം പൂജാരിയുടെ മകളായ അവൾ തൻ്റെ അഭിനയം മനസ്സിലാകാതെ തൻ്റേത് യഥാർത്ഥ പ്രണയം ആണെന്ന് കരുതി തിരിച്ചും പ്രണയിച്ചു തുടങ്ങി. പക്ഷേ അവളുടെ പ്രണയം പറയാൻ വന്ന ദിവസം അവൾ കേട്ടത് താനും മറ്റു 3 പേരും കൂടി അവളെ തങ്ങളുടെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് സംസാരിക്കുന്നതായിരുന്നു. വരുണാണ് തങ്ങളുടെ സംസാരം കേട്ട് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടിയ നേത്രയെ ആദ്യം കണ്ടത്. ഇനി തങ്ങളുടെ വഴിക്ക് അവളെ കിട്ടില്ല എന്ന് തോന്നിയതും വല്ലാത്ത ദേഷ്യം തോന്നി തങ്ങൾക്ക്. ഒരു പെണ്ണിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയും തങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഒരു പെണ്ണിന് മുന്നിൽ തോറ്റു കൊടുക്കാൻ 4 പേരും തയ്യാറല്ലായിരുന്നു. അവളോടുള്ള ദേഷ്യത്തിൽ പരിധിയിൽ കവിഞ്ഞ് ഞങ്ങൾ ലഹരി ഉപയോഗിച്ചിരുന്നു. അന്ന് വൈകിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവൾ അറിയാതെ അവൾക്ക് പുറകിൽ ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നു. മഴയുള്ളതുകൊണ്ട് തന്നെ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അവളെ ഒറ്റയ്ക്ക് കിട്ടിയ നിമിഷത്തിൽ വായ പൊത്തിപ്പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുപോകാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവളെ ബോധത്തോടെ കൂടി തന്നെ അനുഭവിക്കണമെന്നത് ഞങ്ങളുടെ വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെ സണ്ണിയുടെ പപ്പ വാങ്ങിയ കാടിനുള്ളിലുള്ള ഒരു കെട്ടിടത്തിലേക്കാണ് അവളെ കൊണ്ടുപോയത്. മദ്യവും മയക്കുമെന്നും നൽകിയ ഊർജത്തിൽ ഞങ്ങൾ 4 പേരും അവളെ പലവട്ടം പിച്ചി ചീന്തി. അവളുടെ കരച്ചിൽ ഞങ്ങൾ ആവേശം കൂട്ടി. ദേഹം മുഴുവൻ പാടുകളും മുറിവുകളും ചോരയും നിറഞ്ഞിട്ടും അവളെ വെറുതെ വിട്ടില്ല. ഒരു രാത്രി മുഴുവൻ അവളെ വേദനിപ്പിച്ച് തങ്ങളുടെ വികാരം പലവട്ടം അവളിൽ തീർത്തു. നേരം വെളുത്തു തുടങ്ങിയപ്പോഴാണ് പിന്നെ ബോധം വന്നത്. റൂമിലേക്ക് ചെന്ന് നോക്കിയതും ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്നവളെയാണ് കണ്ടത്. മൂക്കിൽ കൈവച്ച് നോക്കിയതും ശ്വാസവും വളരെ താഴ്ന്നിരുന്നു. ചാവുമെന്ന് ഉറപ്പായതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്ന വഴി കാട്ടിൽ തന്നെ അവളെ ഉപേക്ഷിച്ചു. പിന്നീട് അവളെ കണ്ടിട്ടില്ല. അവളെ നാട്ടിൽ വെറുതെ അടുത്ത ദിവസം അന്വേഷിച്ചപ്പോൾ അവളെ അന്വേഷിച്ച് അവളുടെ അച്ഛനും അമ്മയും നടപ്പാണെന്നറിഞ്ഞു. അവർ പാവപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവളുടെ മരണത്തിന് പിന്നിൽ ഞങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുറപ്പായിരുന്നു. പിന്നീട് ആ കോളേജിലേ നിന്നില്ല. ഞങ്ങൾ 4 പേരും 4 വഴി പിരിഞ്ഞെങ്കിലും ഞങ്ങളുടെ സൗഹൃദം മുറിഞ്ഞില്ല. അവൾ എങ്ങനെയാവും രക്ഷപ്പെട്ടത്? അതും ആ കൊടും കാട്ടിൽ നിന്ന്. ആരുടെയെങ്കിലും സഹായമില്ലാതെ അവൾക്ക് എൻ്റെ അടുത്ത്, അതും ഇത്രയും പ്ലാൻ നടത്തി വരാൻ സാധിക്കില്ല. ആരായിരിക്കും അവളെ സഹായിക്കുന്നത്? ഇന്ന് വന്ന ആ ചെക്കനും പെണ്ണും ആയിരിക്കുമോ? ആലോചിക്കും തോറും യാദവിന് തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നി. ഇതേ സമയം അഗ്നിയുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നേത്രയും അന്നത്തെ കാര്യങ്ങളെപ്പറ്റി ഓർക്കുകയായിരുന്നു. മരിച്ചെന്ന് കരുതി കുറ്റിക്കാടിൽ തന്നെ വലിച്ചെറിഞ്ഞ് അവർ പോയി. എന്നാൽ അവർ വണ്ടിയിൽ നിന്നും തന്നെ വലിച്ചെറിയുന്നത്
വൈൽഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ കണ്ടിരുന്നു. ദേഹത്ത് ഒരു തരി വസ്ത്രമില്ലാതെ ചോരയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന പെൺശരീരം കണ്ടതും അടുത്തേക്ക് വരുവാൻ ഭയന്നവർ നിന്നു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന എഡ്വിൻ വേഗം തൻ്റെ ക്യാമ്പിൽ പോയി ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് തൻ്റെ ദേഹത്തെ മറച്ചു. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി മറ്റുള്ളവരുടെ സഹായത്തോടെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ബോധമില്ലാതെ പാതി ജീവനായി കിടന്ന 7 ദിവസങ്ങൾ. കണ്ണു തുറക്കുമ്പോൾ തനിക്ക് ചുറ്റും പരിചയമില്ലാത്ത കുറേ മുഖങ്ങളായിരുന്നു. എല്ലാവരും തന്നെ കണ്ടത് ഒരു ഇരയായിട്ടായിരുന്നു. എന്നാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി എഡ്വിൻ്റെ മുഖത്ത് മാത്രം അവൾ കണ്ടത് നിറഞ്ഞ വാത്സല്യമായിരുന്നു. ആശുപത്രിയിൽ നിന്നും ന്യൂസ് ലീക്കായി അവിടെ മുഴുവൻ പത്രക്കാർ നിറഞ്ഞു. രാഷ്ട്രീയക്കാരും ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകരും പോലീസും എത്തി. താൻ എല്ലാവർക്കും മുന്നിൽ ഒരു ഇരയായി. പലരാൽ പിച്ച് ചീന്തപ്പെട്ട ദേഹവുമായി കിടക്കുന്നവളുടെ മനസ്സിനെ മറ്റു പലരും വാക്കുകൾ കൊണ്ട് പിച്ച് ചീന്തി. പ്രതികളെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ് പത്രപ്രവർത്തകരുടെ അടുത്ത ദിവസത്തെ ഒരു ന്യൂസ് ഒഴിവാക്കി കൊടുത്തു. പ്രതികളെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസുകാരുടെയും ഉത്സാഹം കുറഞ്ഞു. ദിവസങ്ങൾ കഴിയവേ എല്ലാവരും പല വഴി പിരിഞ്ഞു. ദേഹത്തിലെയും മനസ്സിലെയും അസഹ്യമായ വേദന സഹിച്ച് മരണം തന്നെ പുൽകിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് താനും ദിവസങ്ങൾ തള്ളി നീക്കി. ഡോക്ടർമാരും നേഴ്സും സ്ഥിരമായി ഒരു തവണ തന്നെ വന്ന് അകലിൽ നിന്ന് നോക്കിപ്പോകുന്ന എഡ്വിനും മാത്രം ആ റൂമിൽ അതിഥികളായി. എഡ്വിൻ തന്നോട് പലവട്ടം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും താൻ അവനെ പൂർണ്ണമായി അവഗണിച്ചു. ഒരു ദിവസം അവരെ വിട്ട് മറ്റു 2 അതിഥികൾ അവളെ തേടിയെത്തി. തന്നെ പറ്റിയുള്ള ഒരു വിവരവും ആരോടും പറയാത്തത് കൊണ്ട് തൻ്റെ അപ്പാവും അമ്മാവും ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. എഡ്വിനായിരുന്നു അവരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് തൻ്റെ വിവരങ്ങൾ അറിയിച്ചത്. പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മകളുടെ അവസ്ഥ കണ്ടു നിൽക്കുവാൻ ആ പാവം അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞില്ല. മകൾക്ക് മുന്നിൽ ചങ്കു പൊട്ടി കുഴഞ്ഞു വീണ് അദ്ദേഹം മരണം വരിച്ചു. മകളുടെയും ഭർത്താവിൻ്റെയും അവസ്ഥ കണ്ട് മനനില തെറ്റിയ തൻ്റെ അമ്മ ആരാലും തടയും മുന്നേ അലറി വിളിച്ച് പുറത്തേക്കോടി ആ ഫ്ലോറിൽ നിന്നും താഴേക്കെടുത്തു ചാടി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തൻ്റെ അച്ഛനും അമ്മയും ജീവൻ വെടിയുന്നത് കണ്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ മരവിച്ച് കിടന്ന തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത് എഡ്വിനായിരുന്നു. അവനും ആകെ തളർന്നു പോയിരുന്നു. ആകെ തകർന്നിരിക്കുന്ന തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് തേടി കണ്ടുപിടിച്ച് തൻ്റെ അച്ഛനെയും അമ്മയെയും ആശുപത്രിയിൽ അവൻ എത്തിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ മരണത്തിൽ അവൻ തടഞ്ഞിരുന്നു. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ചിത കത്തി അമരുന്നത് പോലും അറിയാതെ ബോധമില്ലാതെ കിടന്ന കുറച്ച് ദിവസങ്ങൾ. കണ്ണു തുറക്കുമ്പോൾ സഹതാപത്തോടെയല്ലാതെ നിറഞ്ഞ വാത്സല്യത്തോടെ തന്നെ നോക്കുന്ന ഒരമ്മയെയും അച്ഛനെയും മകളെയും കണ്ടു. എഡ്വിൻ പറഞ്ഞറിഞ്ഞു അത് അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയുമാണെന്ന്. എല്ലാവരെയും ഒന്ന് നോക്കിയതല്ലാതെ ഒരു ചിരി പോലും നൽകാൻ സാധിച്ചില്ല. മാനസിക നില തെറ്റിത്തുടങ്ങിയ തന്നെ നീണ്ട നാളുകളിലെ ചികിത്സയിലൂടെ അവർ തിരിച്ചു കൊണ്ടുവന്നു. ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ കഴിഞ്ഞപ്പോഴും മനസ്സിലുണ്ടായ മുറിവ് മായാതെ നിന്നു. തൻ്റെ ജീവിതം തകർത്ത തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരായ 4 പേരോടും ഉള്ളിൽ അടങ്ങാത്ത പക ആളിക്കത്തി. എന്നാൽ തൻ്റെ അപ്പോഴുള്ള അവസ്ഥയിൽ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ താൻ അശക്തയാണെന്ന് മനസ്സിലാക്കിയതും അവരോട് കണക്ക് തീർക്കുവാൻ പറ്റിയ അവസരത്തിനായി കാത്തിരുന്നു. ആരുമല്ലാത്ത തന്നെ സ്വന്തം മകളായി എഡ്വിൻ്റെ കുടുംബം ഏറ്റെടുത്തു. വിദ്യാഭ്യാസം മുഴുവനാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിന് ഒരു ജോലി നേടി. അപ്പോഴും മനസ്സിൽ എരിഞ്ഞടങ്ങാത്ത കനലുകളുണ്ടായിരുന്നു. ആ കനൽ അടങ്ങാതെ തനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായതും ഉള്ളിൽ ചില ഉറച്ച തീരുമാനങ്ങളെടുത്തു. ജീവിതം തന്നെ നശിച്ച തനിക്ക് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരുടെ പൂർണ്ണനാശം മാത്രമായിരുന്നു ലക്ഷ്യം.